ഭക്ഷണത്തിൽ യാതൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ, സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കാൻ, പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഇസ്മിനെക്കുറിച്ച് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നാം ആ കാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഭക്ഷണത്തിലോ മറ്റു സാമ്പത്തിക പ്രയാസത്തിലോ ഒരു കുഴപ്പമില്ല, ഒരു സാമ്പത്തിക പ്രയാസം നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല. എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വീട്ടാനുള്ള അല്ലെങ്കിൽ ആ സമ്പത്ത് കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ അല്ലാഹു തആല നമ്മുടെ മുന്നിൽ തുറന്നു തരിക തന്നെ ചെയ്യും. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ദുആ പറയാം. നന്മ കൈവരാനും ഭക്ഷണം ലഭിക്കാനും എല്ലാ കാര്യങ്ങളിൽ ബറക്കത്ത് ലഭിക്കാനും നമുക്ക് ഈ ദുആ പതിവാക്കാം. ആ ദുആ പതിവാക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഒരു പ്രാവശ്യം നാം ഓതുക. സൂറത്ത് യാസീൻ ഒരു പ്രാവശ്യം നമുക്ക് ഓതാം, ഏത് സമയത്തും ഓതാം, ഇന്ന സമയം എന്ന് കണക്കില്ല. സുബഹിക്ക് ശേഷമാണ് ഏറ്റവും നല്ലത്. അതുപോലെ സൂറത്തുൽ വാഖിയ മഗ്രിബ് ഇശാഇൻ്റെ ഇടയിലാണ് നല്ലത്. ആ സമയത്ത് സൂറത്തുൽ വാഖിയ നാം ഓതുക. ഈ 2 കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ദുആ ചെയ്യുകയാണ് വേണ്ടത്. ഏതാണ് ദുആ എന്നറിയോ? കിതാബ് സആദത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുആ ഇതാണ്, തുടക്കം ഇതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഹുവ നിഅമൽ മൗല വ നിഅമൻ നസീർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഹുവ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഈ ദുആ നമ്മൾ പതിവാക്കുക. നേരത്തെ പറഞ്ഞ 2 സൂറത്തുകളും ഓതിക്കഴിഞ്ഞിട്ട് ഈ ദുആ ധാരാളം അങ്ങ് ചൊല്ലുക. ഏറ്റവും കുറഞ്ഞത് ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ ദുആ നമ്മൾ ചൊല്ലണം. 3, 7, 9, 11, 33, 41 അങ്ങനെ എത്രയും നമുക്ക് ചൊല്ലാം. ചൊല്ലും തോറും നമുക്ക് ഗുണങ്ങൾ അല്ലാഹു തആല നൽകിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മഴ വർഷിക്കുന്നത് പോലെ ഭക്ഷണ വിശാലത അല്ലാഹു തആല നൽകുമെന്നാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാ കാര്യത്തിലും അല്ലാഹു തആല ബറക്കത്ത് ചൊരിഞ്ഞു തരുമാറാവട്ടെ. ആമീൻ.